സോയാബീൻ കറി ഉണ്ടാക്കാൻ പോണേ ചപ്പാത്തിക്ക്. അതിന് സോയാബീന് 3 കൊച്ചു സവാള, 3 ചെറിയ തക്കാളിക്ക, 2 പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ ഒരു മുട്ട. പിന്നെ സോയാബീൻ തിളപ്പിക്കാനായിട്ട് ഞാൻ വെള്ളം ഉപ്പിട്ട് വെച്ചേക്കും. ഇനി അല്പം മഞ്ഞൾപ്പൊടി അതിനകത്ത് കൊടുക്കാം. അല്പം മഞ്ഞൾപ്പൊടി, അല്പം മുളക് പൊടിയും ഇട്ട് കൊടുക്കാം. നമുക്ക് സോയാബീനെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഉപ്പും ഒക്കെ പിടിക്കണ്ടേ, അതിനാണ്. നമുക്കിനി സോയാബീൻ ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. ഈ സോയാബീനകത്ത് ഇട്ട് കൊടുക്കാം. അവിടെ കിടന്നൊന്ന് തിളയ്ക്കട്ടെ. സോയാബീൻ വെന്തിട്ടുണ്ട്. ഇത് നമുക്കിനി ഒരരിപ്പയിലോട്ട് കോരി വയ്ക്കാം. ഇതിൻ്റെ വെള്ളമെല്ലാം പോകണമല്ലോ. വെള്ളം പോയിട്ട് തണുത്തിട്ട് നമ്മൾ പിഴിഞ്ഞെടുക്കണം. ഇത് വെള്ളമെല്ലാം ഞാൻ ഊറ്റിക്കളഞ്ഞ് അരിപ്പയെ തോരാൻ വെച്ചിട്ടുണ്ട്. സോയാബീനൊക്കെ പിഴിഞ്ഞ് വെച്ച് നല്ലതായിട്ട് നമ്മൾ ഇതിൻ്റെ വെള്ളം പിഴിഞ്ഞ് കളയണം. നമുക്ക് ഈ ഒരു മുട്ട ഇതിനകത്ത് പൊട്ടിച്ചൊഴിച്ച് ഇളക്കിയെടുക്കണം. ഞാൻ പൊട്ടിച്ചൊഴിച്ച് ഇളക്കട്ടെ. അല്പം ഗരം മസാലയും കൂടെ ഇടാം. നമുക്കെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാമേ. മുട്ടയും ഈ സോയാബീനും ഈ മസാലയും കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് ഞാൻ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഉള്ളിയും എല്ലാം തക്കാളിക്കയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം അരിഞ്ഞെല്ലാം റെഡിയാക്കി. ഇനി നമുക്ക് സ്റ്റൗ കത്തിച്ച് കുക്ക് ചെയ്യാം. എണ്ണ ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഈ സോയാബീൻ ഒന്ന് വഴറ്റിയെടുക്കണം, ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്യണം. നല്ലതായിട്ടൊന്ന് ഫ്രൈ ആകട്ടെ കിടന്ന്. നമ്മൾ മുട്ടയിട്ട് ഫ്രൈ ചെയ്യുന്നതുകൊണ്ട് നല്ല ടേസ്റ്റാണ്. അല്ല നമ്മൾ സാധാരണയായിട്ട് ഉണ്ടാക്കുവാണെങ്കിൽ ചിലർക്കൊന്നും അത് പിടിക്കത്തില്ല, ഇഷ്ടപ്പെടത്തില്ല അതിൻ്റെ ടേസ്റ്റ്. പക്ഷേ ഒരു മുട്ട പൊട്ടിച്ചൊടിച്ച് നമുക്ക് ഫ്രൈ ചെയ്ത് ഇത് കൂട്ടാൻ എടുക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റ്, ആർക്കും ഇഷ്ടപ്പെടും. ചോറിനായാലും ചപ്പാത്തിക്കായാലും എല്ലാം നമുക്കിത് ഉപയോഗിക്കാം. ഞാൻ അതിൻ്റെ കരിയാപ്പിലയും കൂടെ ഇതിനകത്ത് എടുത്ത് ഇതൊന്ന് നല്ലതായിട്ടൊന്ന് ഫ്രൈ ആവട്ടെ. സോയാബീന് എല്ലാം ഒന്ന് കുക്കായിട്ടുണ്ട്. നമുക്ക് വേറൊരു പാത്രത്തിൽ മാറ്റാം. ഇത് സോയാബീൻ കുക്കായി ഞാനത് വേറൊരു പാത്രത്തിൽ മാറ്റി. ഇനി നമുക്ക് ഈ പാത്രത്തിൽ തന്നെ അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഉള്ളിയെല്ലാം നമുക്ക് വഴറ്റണമല്ലോ, ഉള്ളിയും തക്കാളിക്കൊക്കെ. അല്പം കടുക് ഇട്ട് കൊടുക്കാം. കടുകെല്ലാം പൊട്ടി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി, സവാള ഇട്ട് കൊടുക്കട്ടെ. സവാളയ്ക്ക് നമുക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കാം. ഈ തക്കാളിക്കായ കൂടെ നമുക്ക് ഇട്ടത്. അല്പം മഞ്ഞൾപ്പൊടി. ഇത് നല്ലതായിട്ടൊന്ന് വഴയിട്ട് ഇതിനകത്ത് വരണം. വഴണ്ട് കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്ത് പൊടികളൊക്കെ ചേർക്കാൻ പറ്റും. ഉള്ളിയും തക്കാളിക്കൊക്കെ ഒന്ന് മൂത്തിട്ടുണ്ട്. നമുക്ക് പൊടികളൊക്കെ എടുത്തിടാം. 1 സ്പൂണ് മുളക് പൊടി, 1 സ്പൂണ് മല്ലിപ്പൊടി. ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കണം. നമുക്ക് ഗരം മസാല സ്പൂണ് ചേർത്ത് കൊടുക്കാം. തക്കാളി ഉള്ളിയെല്ലാം ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിനി സോയാബീൻ ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നമുക്ക് മിക്സ് ചെയ്ത് ഒന്ന് അടച്ച് വെക്കണം. വെള്ളം ഒഴിക്കണ്ട. ഇതെല്ലാം വെന്തതായതുകൊണ്ട് നമുക്ക് വെള്ളം ഒഴിക്കണ്ട. ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിച്ചാൽ മതി. നമുക്ക് ഇച്ചിരി മല്ലിയിലയും കൂടി ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒന്ന് വേവിക്കാം. ഞാൻ ഒന്ന് അടയ്ക്കട്ടെ. ഒന്ന് അടച്ച് വെച്ച് നമുക്ക് വേവിക്കാം. ഒന്ന് വേവട്ടെ. എല്ലാം കൂടെ ഒന്ന്
എല്ലാം ഇതാവട്ടെ. നമുക്ക് തുറന്ന് നോക്കാം. റെഡി ആയിട്ടുണ്ട്. ഇനി ഇളക്കി നമുക്ക് അല്പം കുരുമുളക് പൊടി കൂടി ഇതിനകത്ത് ഇട്ട് കൊടുക്കണം. കുരുമുളക് ഞാൻ പൊടിച്ചതായിപ്പം. അതോടെ ഒന്ന് മിക്സ് ആക്കട്ടെ. നല്ലതായിട്ടൊന്ന് മിക്സ് ആക്കട്ടെ. ഇറച്ചിയൊന്നും കഴിക്കാത്തവർക്ക് നല്ലൊരു കറിയാണിത്. നല്ല ഭംഗിയില്ലേ കറിയാണ്. ഭംഗി പോണൊക്കെ നല്ല ടേസ്റ്റിയുമാണ്. കുരുമുളകും മല്ലിയില എല്ലാം നല്ല ടേസ്റ്റാണ് ഇത്. അടിപൊളി സോയാബീനും ചപ്പാത്തിയും. എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണേ. ഓക്കേ.